അയ്യോ വണക്കം. കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകനും ഈ ഗതി വരുത്തരുതേ എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഷാജൻ സ്കറിയെ പോലുള്ള മാധ്യമപ്രവർത്തകരെ പിണറായി വിജയൻ സഖാവ് കൈവിലങ്ങണിയിച്ച് അദ്ദേഹം പോലീസ് വണ്ടിയിൽ പിടിച്ചു കൊണ്ടുപോയപ്പോൾ അതിലൊരു ഗുമ്മുണ്ടായിരുന്നു. നമ്മുടെ പാണ്ടിപ്പടയിൽ സലീം കുമാറിനെ പിടിക്കാൻ ഗുണ്ടകൾ വരുമ്പോൾ സലീം കുമാർ പറയുന്നൊരു ഡയലോഗുണ്ട്. അതായത്, കഞ്ഞിയാണോ ഇന്ന്, ഞാനൊരു കാര്യം ചെയ്യാം, കുറച്ച് ബിരിയാണി കഴിച്ചിട്ട് വരട്ടെ. പോകുന്ന വഴിക്ക് ഒമാരെങ്ങാനും എന്നെ കുത്തിമലത്തിയ വയറ്റിനകത്തുനിന്ന് കഞ്ഞിയും പയറൊക്കെ വരുന്നത് കാണാനൊരു ഗുമ്മില്ല. ബിരിയാണിക്ക് ആകുമ്പോൾ അതിൻ്റേതായ അന്തസ്സുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ മൊട്ട അരുൺ സേറിൻ്റെ കാര്യമാണ് പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലേറുന്നത് സ്വപ്നം കണ്ട് മനസ്സിൽ ആ സ്വപ്നം താലോലിച്ച് നടന്നൊരു വ്യക്തിയാണ് നമ്മുടെ മൊട്ട അരുൺകുമാർ സാർ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം അങ്ങനെ താലോലിച്ചിട്ടുണ്ടോ എന്നെനിക്ക് ഡൗട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് എന്ത് പറഞ്ഞാലും മുകളിലുള്ള നമ്മുടെ മരംകൊത്തി മുതലാളി പറയുന്നത് പോലെയല്ലേ ചെയ്യാൻ പറ്റൂ. മരംകൊത്തി മുതലാളിയുടെ ആ ഒരു കള്ളത്തരങ്ങളും ആ ഒരു കൊള്ളയൊക്കെ മറക്കാനായിട്ട് ഒരു ചാനൽ തുടങ്ങി. ആ ചാനലിൽ 10 ലക്ഷം രൂപ മാസ ശമ്പളം കൊടുത്ത് നമ്മുടെ മൊട്ടക്കുട്ടപ്പനെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന് മൊട്ടയിലൊക്കെ നല്ലപോലെ പെയിൻ്റ് അടിച്ച്, ഞാൻ കളിയാക്കാൻ പറയാം, ഞാൻ സീരിയസ് ആയിട്ട് പറയാം, അതാ കണ്ടു നോക്ക്, ഉണ്ടാ അങ്ങനെ പെയിൻ്റ് അടിച്ച് തലയിൽ ബുൾസ് അടിക്കാൻ, അതായത് UDF പ്രവർത്തകർക്ക് തലയിൽ ബുൾസ് അടിക്കാൻ എറിഞ്ഞു കൊടുക്കുകയായിരുന്നു നമ്മുടെ മരംകൊത്തി മുതലാളി എന്ന് പറയുന്നത്. മരംകൊത്തി മുതലാളിക്ക് വേറെ ബിസിനസ്സൊക്കെ ഉണ്ട്, തനിക്ക് വേറെ പണി വല്ലതും അറിയാവുക എന്നാണ് എനിക്ക് ഇയാളോട് ചോദിക്കാനുള്ളത്. എന്ത് തന്നെയായിരുന്നാലും ഈ ട്രീ കട്ടർ ചാനൽ എന്ന് പറയുന്ന ചാനലുണ്ടല്ലോ, ഈ ട്രീ കട്ടർ ചാനൽ മരംകൊത്തി ചാനലിൻ്റെ ഗതി ഇപ്പോൾ അതോ ഗതിയായി. നടു റോഡിലിട്ട് ഇങ്ങനെ കണ്ട UDF പ്രവർത്തകർ പെരുമാറുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. അവർക്കങ്ങനെ പെരുമാറാനായിട്ട് നടു റോഡിൽ ഇയാളെ കിട്ടാത്തത് കൊണ്ട് തന്നെ ലവൻ്റെ ഫ്ലെക്സിൽ അവൻ്റെ തലയിൽ മുട്ട അടിച്ച് പൊട്ടിക്കുകയാണ് ഇവിടെയുള്ള UDF പ്രവർത്തകരെന്ന് പറയുന്നത്. ആ വിഷ്വല് നമുക്കൊന്ന് കാണാം. തൊട്ടപ്പുറത്ത് നമ്മുടെ മരംകൊത്തി മുതലാളിയുടെ പടമുണ്ട്. അവൻ്റെ മുഖത്തടി, അവൻ്റെ മുഖത്ത് തുപ്പ്, അവൻ്റെ മുഖത്ത് കാറി തുപ്പ്. കുറച്ചുകൂടെ യവന്മാരെ വിട്ടിരുന്നെങ്കിൽ യവന്മാരെ അവിടെ അപ്പി ഇട്ടിട്ട് ആ അപ്പി വാരി എടുത്ത് യവന്മാരെ മുഖത്തടിക്കാൻ. ഈ ഒരു സെറ്റപ്പിലോട്ട് കാര്യങ്ങൾ പോയത്. വിഷ്വല് കാണാം. അപ്പോൾ ഇതാണ് സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ UDF പ്രവർത്തകർക്ക് അത്രയ്ക്ക് ദേഷ്യം റിപ്പോർട്ടർ ചാനലിനുണ്ട്. അത് UDF പ്രവർത്തകർക്ക് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഈ റിപ്പോർട്ടർ ചാനലിനോട് നല്ല ദേഷ്യമുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഒരു ചാനൽ കയ്യിലുണ്ട്, ആ ചാനൽ വഴി ഇങ്ങനെ വ്യാജ വാർത്തകൾ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. തനിക്ക് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ അമ്മൂമ്മയെ പീഡിപ്പിച്ച് നമ്മൾ തീപ്പന്തം പത്രത്തിൽ എഴുതും. അങ്ങനെ നമ്മുടെ രാജ് ബോസ് ചെയ്യുന്നത് പോലെയാണ് റിപ്പോർട്ടറിലെ നമ്മുടെ ആൻഡോ അഗസ്റ്റിൻ ബോസിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. പോരാത്തതിന് ഈ റിപ്പോർട്ടർ ചാനലിൽ ഈ എക്സിറ്റ് പോളുകളെല്ലാം വന്നപ്പോൾ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന മരംകൊത്തി മുതലാളി അവിടെ ഇരുന്ന് തള്ളിയത്, ഈ എക്സിറ്റ് പോളുകളൊന്നും നമ്മൾ ഇതൊന്നും വിശ്വസിക്കില്ല, ഈ എക്സിറ്റ് പോളുകളൊക്കെ ആരാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ വായ്ത്താളമായിരുന്നു. അവസാനം ആ മുഖം ഒന്ന് കാണണമായിരുന്നു. ആ റിസൾട്ട് പറയാൻ നിന്നപ്പോൾ നമ്മുടെ അരുൺകുമാർ റിസൾട്ട് പറയാൻ നിന്നത് വളരെ ഗംഭീരമായിട്ടാണ് നിന്നത്. അതായത് റിസൾട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ UDF പ്രവർത്തകരുണ്ടല്ലോ, അവർക്കിടയിൽ വേണമല്ലോ ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടർമാർക്കൊക്കെ നിന്ന് ജോലി ചെയ്യാനായിട്ട്. അങ്ങനെ UDF പ്രവർത്തകർക്കിടയിൽ നിന്നപ്പോൾ നമ്മുടെ അരുൺകുമാർ അപ്പപ്പോൾ പറയുന്നുണ്ടായിരുന്നു, അവിടെ നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർമാരെ കയ്യേറ്റം ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നു, സംഭവം നിങ്ങൾ ജയിച്ചതൊക്കെ ശരി തന്നെയാണ്, ക്ഷമിക്കുന്ന ഊതിരിക്കൽ ജീവിതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ വായ്ത്താളങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിലപാട് മാറ്റാനും പറ്റൂല, നിലപാട് മാറ്റിയ പാറാവു എന്നെ കള്ളാന്ന് വിളിക്കും എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ അരുൺകുമാറിൻ്റെ കേസ് എന്ന് പറയുന്നത്. കൊന്നാലും നിലപാട് മാറ്റൂല എന്നുള്ള രീതിയിലാണ് അരുൺകുമാർ അതിനകത്ത് കയറിയിരുന്നത്. ഇദ്ദേഹത്തെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് പോലും വിശേഷിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. മാധ്യമപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ BJP ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചാലും ആ ഒരു ട്രെൻഡും ആ ഒരു എഡ്ജും കൃത്യമായി മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ഇപ്പം നമുക്ക് പല പാർട്ടികളോടും അന്ധമായിട്ടുള്ള വിരോധം ഉണ്ടായിരിക്കും. വിരോധം ഉണ്ടെന്ന് പറഞ്ഞ് ജനാധിപത്യത്തെ അംഗീകരിക്കാതിരിക്കുക എന്നുള്ളതല്ലോ സെറ്റപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ടീമാണ് നമ്മുടെ കേരളത്തിൽ മാധ്യമപ്രവർത്തകരായിട്ട് കൂടുതലും ഉണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ അരുൺകുമാറിൻ്റെ മുഖം അതൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ചമ്മലൊന്നുമല്ല സത്യം പറഞ്ഞാൽ ചമ്മലേ അല്ല അരുൺകുമാറിൻ്റെ മുഖത്തുള്ളത്. ഈ എലിയൊക്കെ ഈ കപ്പ കരണ്ടിട്ട് പകുതി കപ്പ അവിടെ ഇട്ടിട്ട് പോകില്ലേ, അപ്പോൾ ആ കപ്പ എടുത്ത് ഇങ്ങനെ നമ്മൾ നോക്കുമ്പം ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ അരുൺകുമാറിൻ്റെ മുഖത്ത് കാണാനായിട്ട് ആ സമയത്ത് സാധിച്ചത്. സത്യം പറഞ്ഞ ഇടയ്ക്ക് നമ്മുടെ വാളയാർ പരമശിവം ചെക്ക് പോസ്റ്റിൽ സ്പിരിറ്റ് പിടിക്കുമ്പോൾ സാറിന് ടോയ്ലറ്റിൽ പോകാൻ മുട്ടുന്നുണ്ടോ, മുഖം വല്ലാതെ ഇരിക്കുന്നു എന്ന് പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പറയാനായിട്ട് തോന്നിയത്. അമ്മാതിരി ഒരു മുഖമായിരുന്നു നമ്മൾ അരുൺകുമാറിൻ്റെ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ബിഗ് TV യിലോട്ട് പോവുകയാണെങ്കിൽ അപർണ കുരിപ്പ്,
അപർണ കുര്യപ്പ് ഞാൻ ഏരിയയിൽ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടില്ല. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ അപ്പോഴും അപർണ കുര്യപ്പ് അറിയാലോ, കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാണ് അപർണ കുറുപ്പ് എന്ന് പറയുന്നത്. ആ സമയത്ത് അപർണ കുറുപ്പിനെ കണ്ടില്ല. ആ സമയത്ത് നമ്മുടെ ജോഷി കുര്യനാണ് അവിടെ നിന്ന് ഉരുവുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. സുജയ പാർവതിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല യമണ്ടം ബോംബെടുത്ത് നെഞ്ചത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപർണ നിന്ന് അഴിവേണ്ട സ്ഥാനത്താണ് ജോഷി കുര്യൻ നിന്ന് അഴിവുന്നത് എന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ സുജയ പാർവതി അവിടെ നിന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ തേഞ്ഞ് പണ്ടാരമടങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എൻ്റെ പൊന്ന് ഹാഷ്മി താജ് ഇബ്രാഹിമെ, എന്തൊക്കെയാണ് അവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിലാണെന്ന് അറിഞ്ഞപ്പോൾ ഹാഷ്മി തൻ്റെ കയ്യിലിരുന്ന ആ ഒരു ഭാണ്ഡക്കട്ടക്കങ്ങ് വലിച്ചെറിഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ശ്രീകണ്ഠൻ നായർക്ക് വരെ തോന്നി എന്തൊരു ഓവറഡായി, എന്തിനടാ ഇത്, എൻ്റെ തൊലി ഉരിഞ്ഞു പോകണടാ എന്നുള്ളത്. പക്ഷേ അയാൾക്ക് ലൈവ് ചെയ്യുന്നത് പറയാൻ പറ്റത്തില്ലല്ലോ. ഹാഷ്മി അവിടെ ശ്രീകണ്ഠൻ നായരെ കെട്ടിപ്പിടിക്കുന്നു, നെഞ്ചത്ത് ചായുന്നു. ടു ബി ഫ്രാങ്ക്, ഭയങ്കര ഓവറായിരുന്നു എന്ന് മാത്രമല്ല ബോറായിരുന്നു എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. അത്രയ്ക്ക് വൃത്തികേടായിരുന്നു. എന്തായിരുന്നാലും ആരും ഈ അഭിനയം ഒറിജിനലാണെന്ന് പറയില്ല, അത്രയ്ക്ക് ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടായിരുന്നു അതിനകത്ത് എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ മൊത്തത്തിലുള്ള മാധ്യമ പ്രവർത്തകർ മുഴുവൻ എന്തൊക്കെ കിടന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ രാവിലെ ഞാനൊരു 6-7 മണിയൊക്കെ ആയപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഇട്ട് നോക്കിയപ്പോൾ യൂട്യൂബിൽ ഇവന്മാരുടെ വ്യൂസ് വന്നിട്ട് രാവിലെ 7 മണിക്ക് 5,67,000, വൈകുന്നേരം 5 മണിക്ക് ഞാൻ ഇട്ട് നോക്കി അപ്പോൾ 4,97,000. ഇത് ഇടയ്ക്ക് നമ്മുടെ ശ്രീകണ്ഠൻ നായരൊക്കെ വന്ന് പറയുന്നുണ്ട് ഇത് ബോട്ടാണ്. ബോട്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞുതരാം. ബോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബിൽ ചാനലിൽ ഈ ലൈവ് വ്യൂസ് കൂട്ടാനായിട്ട് യൂട്യൂബ് ചാനൽ മുതലാളിമാർ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ബോട്ടെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഇതിൽ ലൈവ് വ്യൂസ് കൂട്ടി കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ഒരു മുറി കാണും. ആ മുറിയിൽ എനിക്കൊരു 100, 200, 1000 സ്മാർട്ട് ഫോണുകൾ കാണും. ഇതിലൊരു 10-50 അക്കൗണ്ടും കാണും. ഈ അക്കൗണ്ടിലെല്ലാം ഈ ചാനൽ അങ്ങ് തുറന്നിട്ടിട്ട് ഞാൻ ഇറങ്ങി വെളിയിൽ പോയി സുഖമായിട്ട് ചായയും കുടിച്ച് ഭക്ഷണവും കഴിച്ച് അവിടെ കിടന്നുറങ്ങും. ഇതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ 10,000 വ്യൂസ് അവിടെ കയറിയല്ലോ. ഇതാണ് ബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ചാനലിൽ വ്യൂസൊക്കെ ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മുടെ ശ്രീകണ്ഠൻ നായർ പറയുന്നത്. ഇതൊക്കെ കണ്ടിട്ട് സാധ്യതയില്ലാതില്ല എന്ന് മാത്രമേ പറയാനായിട്ട് എനിക്കുള്ളൂ. എന്ത് തന്നെയായിരുന്നാലും UDF അധികാരത്തിൽ വന്നതിന് ശേഷം മലംകുത്തി ചാനലിൻ്റെ ക്യാമ്പ് ശോകമൂകമാണ്, വളരെ പരിതാപകരമാണ്, ദയനീയമാണ്, അഴിവി എന്ന് മാത്രമേ എനിക്ക് പറയാവുള്ളൂ. അപ്പോൾ ശരി.